ഒരു ഏറ്റവും സ്ഥൈര്യമുള്ള, ധൈര്യമുള്ള, ഒരു ആർജവമുള്ള ഒരു നേതാവാണ് സഖാവ് വി.എസ്. എന്നത് പറയാതിരിക്കാൻ വയ്യ. നേതാവാണ് ശ്രീ കെ.ടി. ജലീൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വി.എസിന്റെ ഈ വേർപാടിന്റെ നിമിഷങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നൂറ്റാണ്ടിന്റെ വിപ്ലവ സൂര്യനാണ് അണഞ്ഞിരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവും വിപ്ലവാവേശം തന്റെ രക്തത്തിൽ അലിയിച്ചു ചേർത്ത് പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന നിറസാന്നിധ്യമായിരുന്നു സഖാവ് വി.എസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും CPIM-ന്റെ മുന്നണി പോരാളി എന്നുള്ള നിലയിലും അദ്ദേഹം നാടിനും സമൂഹത്തിനും അർപ്പിച്ച സേവനം നിസ്തുലമാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മഹാ ഇതിഹാസത്തിന്റെ അവസാനമായിട്ടാണ് ചരിത്രം അടയാളപ്പെടുത്തുക. പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ എക്കാലവും കാലം ഓർമ്മിക്കും. തന്നിൽ അധികാരമുള്ളപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പൊതുപ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് എന്ന് വി.എസിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തെ ഒരാൾക്കും വിലക്കെടുക്കാനോ അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കുവാനോ സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു സഖാവ് വി.എസ്. സഖാവ് വി.എസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ കേരള നിയമസഭാംഗമാകാനുള്ള അവസരം എനിക്കുണ്ടായി. 2006 പൊതു തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. ആ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് കുറ്റിപ്പുറത്ത് നിന്ന് മത്സരിക്കുന്നത്. എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് അദ്ദേഹം വന്നതും 10,000-കണക്കിന് ആളുകൾ ആ സമ്മേളനത്തിൽ ഒത്തുകൂടിയതും അവരോട് വി.എസ്. തന്റേതായിട്ടുള്ള ശൈലിയിൽ പ്രസംഗിച്ചതും എന്റെ ജയം ഉറപ്പിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചതാണ് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലൊരു പക്ഷേ ഇത്രയധികം ജനകീയ ഇടപെടലുകൾ നടത്തി മനസ്സുകളിൽ സ്ഥാനം പിടിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. 90 വയസ്സ് 92 വയസ്സാകുന്നത് വരെയും കർമ്മോത്സുകനായി കർമ്മപഥത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വി.എസിന് സാധിച്ചു. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിനും ഇന്ത്യക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ആഘാതമാണ് ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ സംഭവിക്കുന്നത്. ആ നഷ്ടം നികത്താൻ ഇനി എത്ര കാലം നാം കാത്തിരിക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ നമുക്ക് ചിട്ടപ്പെടുത്തിയത് പറയാൻ കഴിയില്ല. അത്രയും എല്ലാ മേഖലയിലും എല്ലാ രംഗത്തും താൻ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതുവരെ നിരന്തരമായി പോരാടുകയും ആ പോരാട്ടത്തിൽ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം ചേർത്ത് വെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കരുത്തനായ ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. കേരളത്തിന് എക്കാലവും കേരളം ഓർമ്മിക്കുന്ന ഒരു വിപ്ലവ നായകനെയാണ് ഇല്ലാതായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുന്നു. നന്ദി ശ്രീ കെ.ടി. ജലീൽ. വി.എസ്. അച്യുതാനന്ദന്റെ വേർപാട് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം നികത്തുന്നതിന് എത്ര കാലം നാം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ശ്രീ കെ.ടി. ജലീൽ മുന്നോട്ട് വയ്ക്കുന്നു.